ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. രണ്ട് ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ്റെ സിനിമയുടെയും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയുടെയും കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കഥയിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകകൂടെ ചെയ്യുന്നു. ഡയസീറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം ഇറങ്ങി ഇന്ന് 17 ദിനങ്ങൾ വരികയാണ്. ഈ 17-ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണാൻ കഴിയുന്നു. മലയാളത്തിൻ്റെ നല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഹൊറർ മൂവി തന്നെയാണ് ഈ ഒരു ചിത്രം. രാഹുൽ സദാശിവൻ ഓരോ സിനിമകൾ ചെയ്യുന്നു, ഒന്നിനൊന്നിന് മികച്ച ചിത്രങ്ങൾ. എല്ലാ സിനിമകളും ഹൈ ക്വാളിറ്റി, നമുക്ക് ഉറപ്പിക്കാം, ഗ്യാരണ്ടീഡ് എന്ന് തന്നെ പറയാവുന്ന ചിത്രങ്ങൾ തന്നെ. ഇവിടെ ഡയസീറയും ആ ഗണത്തിൽ തന്നെ വന്നിരിക്കുന്നു. 778 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 33,859 ടിക്കറ്റുകളാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പോയതായി പറയുന്നത്. 18.5% ഒക്യുപ്പൻസിയിൽ സിനിമ 56,155 രൂപയാണ് ട്രാക്ഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് 75 ലക്ഷം രൂപയോളം സിനിമ നേടുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 80-85 ലക്ഷം രൂപ വരെ നേടാനുള്ള ചാൻസുകളുമുണ്ട്. ഇന്നലെയും സിനിമയ്ക്ക് ഏകദേശം 75 ലക്ഷം രൂപയോളമായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് മാത്രമേ സിനിമ 35 കോടിയിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 70 കോടിയും കടന്ന് ഇപ്പോൾ 75 കോടിയും കടന്ന് 80 കോടി ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും. ഇനി ദുൽഖർ സൽമാൻ നായകനായി എത്തിയ തമിഴ് ചിത്രമാണ് കാന്ത. 3-ാം ദിനമാണ് ഈ ഒരു സിനിമയുടേത്. ഇന്ന് നമുക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കാണാൻ കഴിയുന്നത് 597ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 34,850ഓളം ടിക്കറ്റുകൾ വിറ്റ് പോയതായി ഓഡിയൻസ് ഉള്ളതായി ട്രാക്കേഴ്സ് പറയുന്നു. 19.46% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ നേടിയത് 58,48,837 രൂപ. അതായത് സിനിമ കഴിഞ്ഞ 2 ദിനങ്ങളിലും 1 കോടിക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരുന്നത്. ഇന്നും സമാനമായ രീതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ ഒരു കണക്കുകൾ പ്രകാരം സിനിമ ഇപ്പോൾ തന്നെ ഏകദേശം 80 ലക്ഷം രൂപ, 78-80 ലക്ഷം രൂപയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ഇതിനെപ്പോലെ തന്നെ ഇന്നലെ ട്രാക്ഡ് കളക്ഷനായി ഉണ്ടായിരുന്നത് 73,61,000 രൂപയായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അതേ റേഞ്ചിലേക്ക് തന്നെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ പോകുമ്പോൾ ആദ്യ ദിനം 10 കോടി നേടിയ ചിത്രം 2-ാം ദിനം 10 കോടിയോളമാണ് വേൾഡ് വൈഡായിട്ട് നേടിയത്. 3-ാം ദിനവും 10 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ള പ്രതീക്ഷയാണ് 2-ാം ദിനത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സിനിമ 3 ദിനം കൊണ്ട് 30 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതാണ്. എന്തായാലും മികച്ച പ്രകടനമാണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത്. ദുൽഖർ സൽമാൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ്. ഇനിയും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ദുൽഖറിൻ്റെ ആണെങ്കിലും പ്രണവിൻ്റെ ആണെങ്കിലും അവരവരുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ 2 സിനിമയിലൂടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ പ്രകടനം അതിഭീകരമെന്നൊന്നും പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, അവരുടെ റേഞ്ചിൽ വെച്ചിട്ട് അതിഭീകരം തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലിനോ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ വെറും പിള്ളേര് കളി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിൻ്റെയൊക്കെ അങ്ങേയറ്റത്തെ സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും നിൽക്കുന്നത്. എന്താണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് അതിഗംഭീരമാണ് അവരുടെ റേഞ്ചുകൾ വെച്ചിട്ട്. അതിനകത്തിൽ തന്നെ ഈ ഒരു സിനിമ കാന്ത എന്ന സിനിമ മികച്ച രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴിലൊക്കെ അങ്ങനെ ഒരു സിനിമ അഭിനയിക്കണമെങ്കിൽ വേറെ ആരുമില്ല എന്നുള്ളതാണ്. സൂര്യയൊക്കെയാണ് നമ്മുടെ മനസ്സിലാകെ വരുന്ന ആളുകൾ എന്ന് തന്നെ പറയാം. എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് രണ്ടുപേരും കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസുകൾ കാത്തിരിക്കുന്നു. ഈ ഒരു സിനിമ 100 കോടി അടിക്കുമോ പ്രണവ് മോഹൻലാലിൻ്റെ, അതേപോലെ ദുൽഖറിൻ്റെ സിനിമ 50 കോടി എന്ന് ടച്ച് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്.